ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ വിൻഡോസിൽ ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഡെവലപ്പ് ചെയ്ത ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു IDE ആണ്. അതായത് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പവേർഡ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്. ഈ ഏജൻസികൾ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് സോഫ്റ്റ്വെയറുകൾ അതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ആൻറ്റി ഗ്രാവിറ്റി ഗൂഗിൾ എന്നുള്ളത് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻറ്റി ഗ്രാവിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കവിടെ ആദ്യമേ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും, ഗൂഗിളിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് നമുക്ക് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. ഇതാണ് അവരുടെ ഗൂഗിളിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി ഓൺലൈൻ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും, macOS, വിൻഡോസ്, ലിനക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട വിൻഡോസിലാണ്. നിങ്ങൾ ഡൗൺലോഡ് ഫോർ x64 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഡൗൺലോഡ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ഡൗൺലോഡ് മാനേജറിൽ ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റിയുടെ ഫയൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ exe ഫയൽ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റിയുടെ ഫയൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷോ ഇൻ ഫോൾഡർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൾഡറിൽ ഇവിടെ വന്നിട്ടുണ്ട് ആൻറ്റി ഗ്രാവിറ്റിയുടെ exe ഫയൽ. നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. പിന്നെ അവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ സെറ്റ് ഓഫ് ഫയൽ ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐ അക്സെപ്റ്റ് അഗ്രി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എവിടെയാണ് ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള ലൊക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാമെന്നാണ്. ഞാനിപ്പം ഡിഫോൾട്ടായിട്ട് കൊടുക്കുകയാണ്, ഇവർ കൊടുക്കുന്ന പോലെ തന്നെ. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനിയുള്ളതെല്ലാം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇതിന് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. സ്റ്റാർട്ട് മെനു ഫോൾഡർ കാണിക്കണം എന്നുള്ളത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അറിയാം ഇവിടെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അടുത്ത നേരെ നമ്മൾ ഇൻസ്റ്റാളിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം വെരിഫൈ ആയിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിസ്റ്റത്തിൽ ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റിയുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ലോഞ്ച് ആൻറ്റി ഗ്രാവിറ്റി എന്ന ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫിനിഷ് കൊടുക്കുമ്പോഴേ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ വിൻഡോസ് ഡിഫറെൻ്റ് ഫയർവാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അലോ ആക്സസ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വരുമായിരിക്കും. നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ഫ്രഷ് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്ററിൻ്റെ തീം കൊടുക്കാവുന്നതാണ്. തീം ടൈപ്പ് ഏതാണെന്ന് ഇഷ്ടമുള്ള കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്കിവിടെ ആൻറ്റി ഗ്രാവിറ്റി ഏത് ഏജൻറ്റാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിഫോൾട്ടായിട്ട് ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണ്, റിക്വസ്റ്റ് റിവ്യൂ എന്നുള്ളത്. അത് റിവ്യൂ ഡ്രിവൺ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഇതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. പക്ഷെ ഇവിടെ സാധാരണ പോലെ പിന്നെ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ നോക്കി നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് സൈൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഗൂഗിൾ സൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇവിടെ സൈൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇവിടെ സൈൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ഹാവ് സക്സസ്ഫുള്ളി ഒതൻറ്റിക്കേറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഈ സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു പോകുന്നതാണ്. നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, സൈൻ ചെയ്ത പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് ഒഫീഷ്യൽ ഇതിലോട്ട് വന്നിരിക്കുകയാണ്.
ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സൈഡിൽ ആൻറ്റി ഗ്രാവിറ്റി, ഇവിടെ ബിൽഡ് ചെയ്യാനുള്ള കോഡ് ആസ്ക് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ളതൊക്കെ, മോഡൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഒരു VS കോഡ് പോലെ തന്നെ അല്ലേ, ജസ്റ്റ് ഒരു ഇരിക്കുന്ന പോലെ തന്നെ. സോ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. GPT, ക്ലൗഡ് സോണറ്റ്, ജെമിനി മോഡൽസാണ് ഇതിനകത്തുള്ളത്. സോ നിങ്ങൾക്കിതിൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ്സോ ആപ്ലിക്കേഷൻസൊക്കെ സിമ്പിളായിട്ട് ബിൽഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.